ഹലോ, ഞാനിന്നൊരു പച്ച പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. പച്ച പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഇത് പച്ചമുളക് മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഈ പുളിശ്ശേരിക്ക് നമ്മൾ കഷ്ണങ്ങളും ഒന്നും ഇടുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ പച്ച പുളിശ്ശേരി എന്ന് പറയുന്നത്. നമുക്ക് എന്നും പരിപ്പും സാമ്പാറും ഇതുമൊക്കെ ആക്കി ഇതെല്ലാം കഴിച്ച് ഗ്യാസും ഒക്കെ വന്നിരിക്കുമ്പം ഇടയ്ക്ക് ഒരു പച്ച പുളിശ്ശേരി ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ അങ്ങനെ ഇത് കട്ട തൈരായിരുന്നു. ഇത് ഞാൻ നല്ലപോലെ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബൗള്. ഇത് തൈര് നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കണോ അതിനനുസരിച്ച് എടുക്കുക. ഒരു 3/4 കപ്പ് തേങ്ങ, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂൺ ജീരകം, ഒരു 4 പച്ചമുളക്. ഇത് എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, കരിവേപ്പില. അപ്പം ഇതാദ്യം അരയ്ക്കണം. നല്ലപോലെ അരച്ച് തൈരും ഈ ഉടച്ച തൈരും ഇതും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ കടുക് വറുക്കണം. കടുക് വറുക്കാനായിട്ട് കടുക്, ഉലുവ, വറ്റൽമുളക്, കരിവേപ്പില. ചടേന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണിത്. നമ്മുടെ വയറിനൊക്കെ ആണെങ്കിൽ നല്ല സ്വസ്ഥതയാണ് പുളിശ്ശേരിയൊക്കെ കൂട്ടി ഊണ് കഴിച്ചാൽ. ഇപ്പോൾ ഈ അരപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് അരച്ച് ഇങ്ങനെ മിക്സി ഓടിച്ചിരി കഴുകി വെള്ളമായിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ തൈര് കുറേശ്ശെയായിട്ട് ചേർക്കുക. അധികം പുളിയില്ലാത്ത തൈരായത് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ നമുക്കിടണം. ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടണം. ഈ പാകത്തിനാണ് എടുക്കുന്നത്. കുറച്ച് ഇത് വേണം. ഒരുപാട് വെള്ളമാകരുത്. വെള്ളമായാൽ ഇതിൻ്റെ രുചിക്ക് ഒരു വ്യത്യാസം വരും. ഇനി ഇത് നമ്മൾ കടുക് വറുക്കാൻ പോവുകയാണ്. ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഒഴിക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത്. ഞാൻ രുചി വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. കടുക്, ഉലുവയിട്ട് നമ്മൾ ഉലുവയും കൂടെ പൊട്ടി കഴിയുമ്പം ഈ മുളകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ തീ ഉറച്ച് വെച്ചേക്കണം. അല്ലേ മുളക് കറുത്ത് വരും. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരപ്പും തൈരും എല്ലാം കൂടെ ഇത് തീ വളരെ കുറച്ചിട്ട് വേണം ചെയ്യാൻ. അല്ല ഇത് പിരിഞ്ഞു പോവുമോ അങ്ങനെ എന്തെങ്കിലും അവസ്ഥ. ഒന്ന് പതഞ്ഞാൽ മതിയേ, തിളയ്ക്കണ്ട. പതഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഓഫ് ചെയ്യണം. നമ്മുടെ പുളിശ്ശേരിയൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ചെറിയ പനിയൊക്കെ വന്നാലും കഞ്ഞിക്കും ഇതിനുമൊക്കെ ഈ പുളിശ്ശേരി വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വേഗം ഉണ്ടാക്കാം. 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.